നമ്മുടെ വാർത്തയിലേക്ക് എത്തിയാൽ മുതലപ്പുഴയാണ് ഇന്നും പ്രശ്നം. ഈസ്റ്റർ ആയിട്ടും മുതലപ്പുഴയിലെ മനുഷ്യരുടെ ആശങ്ക അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ വല്ലാത്ത പ്രതിഷേധത്തിലുമാണ്. മണൽ പൂർണ്ണമായിട്ടും മാറ്റാതെ മുതലപ്പുഴയിൽ പൊഴിമുറിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പാവം മത്സ്യത്തൊഴിലാളികൾ. ആ മത്സ്യത്തൊഴിലാളികൾക്കും നമ്മളൊരു ഹാപ്പി ഈസ്റ്റർ ആശംസിക്കുന്നു. അവരിത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ഹാപ്പി എന്നായിരിക്കും അവർ നമ്മളോട് ചോദിക്കുക. അവരിപ്പോഴും വല്ലാത്ത പ്രയാസത്തിലാണ്. അതിൽ സർക്കാർ എന്തായാലും പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, അല്ലേ, അങ്ങോട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിലാണ്. ഒരു ഭാഗത്ത് പൊഴിമുറിക്കണം, എന്നാൽ ഒരു ഭാഗത്ത് വെള്ളം കയറുന്നതിനെ കുറിച്ചുള്ള പരിഹാരവും കണ്ടെത്തണം. എന്താണ് ഈ സർക്കാരിന് മുന്നിൽ ഒരു പോംവഴി? ടി വി പ്രസാദ്. അരുൺ, ഒരു ഗുരുതരമായ പ്രശ്നത്തെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ സർക്കാർ സർവ്വസജ്ജമായി പൊഴിമുറിക്കാൻ വന്നതാകട്ടെ അവിടെ പൊഴി അടഞ്ഞതുകൊണ്ട് മറുഭാഗത്ത് വെള്ളം കയറും എന്നുള്ളത് കൊണ്ടാണ്. അതല്ലാണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം നഷ്ടപ്പെടുന്ന ഘട്ടത്തിലല്ല സർക്കാർ ഈ ആവേശം കാണിച്ചത് എന്നതാണ് മത്സ്യത്തൊഴിലാളികളെ പ്രകോപിപ്പിക്കുന്നത്. നമുക്കറിയാം അരുൺ, 73 മനുഷ്യരുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞത്. ആ സമയത്ത് തന്നെ മത്സ്യത്തൊഴിലാളികൾ പല തലങ്ങളിലായി സമരങ്ങൾ നടത്തിയതാണ്. അവിടെ ശാസ്ത്രീയമായ പുലിമുട്ടുണ്ടാകണം, ആ മണൽ നീക്കം ഇല്ലാതാക്കാനുള്ള നടപടി ഉണ്ടാകണം എന്ന്. പിന്നീട് മണലും കല്ലും കൂടി വന്നപ്പോൾ മറിയുന്ന ബോട്ടുകളുടെ എണ്ണം കൂടി. ഏറ്റവും അവസാനം 2 മാസം മുമ്പ് ആ പൊഴി പൂർണ്ണമായി അടഞ്ഞു. അതായത് കായലിൽ നിന്നുള്ള വെള്ളം കടലിലേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയായി. മത്സ്യത്തൊഴിലാളികൾക്ക് അതുവഴി മീൻ പിടിക്കാൻ പോകാത്ത അവസ്ഥയുണ്ടായി. അവരുടെ കുടുംബം പട്ടിണിയിലായി തുടങ്ങിയതോടെയാണ് അവർ തെരുവിലേക്ക് ഇറങ്ങിയത്. പക്ഷെ അതേ സമയത്ത് അതിന്റെ എതിർഭാഗത്ത് ഇതുവഴി വെള്ളം പോകാത്തത് കൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരുന്നു എന്നതാണ്. ശക്തമായി ഒരു മഴ പെയ്താൽ ആ പ്രദേശം ആകെ മുങ്ങും എന്ന കാര്യം ഉറപ്പാണ്. അതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ആശങ്ക. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ മുന്നിലുള്ള ആശങ്ക എന്ന് പറയുന്നത് അത് അവരുടെ വയറ്റിൽ പിഴപ്പാണ്. പൂർണ്ണമായി ബോട്ടുകൾ പോകുന്ന രീതിയിൽ ചാലി കീറിയാൽ മാത്രമേ ഇവിടെ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളുള്ളത്. അവരുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാനാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഒരുപാട് നാൾ അങ്ങനെ വെക്കാനും പറ്റില്ല. ഏത് സമയത്തും ശക്തമായ മഴ പെയ്താൽ അത് മറുഭാഗത്ത് വലിയ അപകടമുണ്ടാകും. ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം അത് നഷ്ടപ്പെടുത്താനും പാടില്ല എന്ന തിരിച്ചറിവും സർക്കാരിനുണ്ട്. അരുൺ.